Good morning, dear students. How are you all? I hope you are fine. നമുക്കിന്ന് ഹിന്ദി പഠിച്ചാലോ? ഹിന്ദിയിൽ ശ്രേഷ്ഠ വിജ്ഞാനി ഡോക്ടർ അബ്ദുൽ കലാം എന്നൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? ശ്രേഷ്ഠ വിജ്ഞാനി ഡോക്ടർ അബ്ദുൽ കലാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ശ്രേഷ്ഠ വിജ്ഞാനി ഡോക്ടർ അബ്ദുൽ കലാം. എന്താണ്? മികച്ച ശാസ്ത്രജ്ഞനായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആരായിരുന്നു APJ അബ്ദുൽ കലാം? ഡോക്ടർ APJ അബ്ദുൽ കലാം ആരാണെന്ന് എല്ലാവർക്കും അറിയാമോ? എല്ലാരും പറഞ്ഞേ ആരായിരുന്നു എന്ന്. ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മുടെ രാഷ്ട്രപതി ആയിരുന്നു അല്ലേ? പ്രസിഡന്റ് ആയിരുന്നു. डॉक्टर APJ अब्दुल कलाम भारत के 16वें राष्ट्रपति थे. उनका जन्म 15 अक्टूबर 1931 को रामेश्वरम में हुआ था. उनका परिवार बहुत साधारण परिवार था. डॉक्टर APJ अब्दुल कलाम भारत के 16वें राष्ट्रपति थे. उनका जन्म 15 अक्टूबर 1931 को रामेश्वरम में हुआ था. उनका परिवार बहुत साधारण परिवार था. डॉक्टर APJ अब्दुल कलाम भारत के 16वें राष्ट्रपति थे. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 16ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം भारत के 16वें राष्ट्रपति थे. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 16ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. उनका जन्म 15 अक्टूबर 1931 को रामेश्वरम में हुआ था. ഡോക്ടർ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15-നായിരുന്നു ജനിച്ചത്. എവിടെയായിരുന്നു ജനിച്ചത്? അദ്ദേഹം രാമേശ്വരത്തായിരുന്നു ജനിച്ചത്. 1931 ഒക്ടോബർ 15-ന് രാമേശ്വരത്തായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത്. ഉൻകാ പരിവാർ ബഹുത് സാധാരണ പരിവാർ था. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമായിരുന്നു. ഒരു സാധാരണ കുടുംബമായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെത്. डॉक्टर APJ अब्दुल कलाम भारत के 16वें राष्ट्रपति थे. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 16ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. उनका जन्म 15 अक्टूबर 1931 को रामेश्वरम में हुआ था. ഡോക്ടർ APJ അബ്ദുൽ കലാം 1931 ഒക്ടോബർ 15-നായിരുന്നു ജനിച്ചത്. എവിടെയായിരുന്നു ജനിച്ചത്? രാമേശ്വരത്ത്, തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം ജനിച്ചത്. ഉൻകാ പരിവാർ ബഹുത് സാധാരണ പരിവാർ था. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ കുടുംബമായിരുന്നു. അബ്ദുൽ കലാം का व्यक्तिगत जीवन कठिन परिश्रम करता हुआ भी था. वे प्रतिदिन 18 कड़े काम करते थे. एक आदर्श छात्र की तरह वे भाषणों में अपनी सफलता का श्रेय अपने शिक्षकों को देते थे. बचपन की एक घटना सुनाते हुए उन्होंने हमें एक प्रेरक संदेश दिया है. उस घटना का वर्णन उनके शब्दों में पढ़िए. अब्दुल कलाम का व्यक्तिगत जीवन कठिन परिश्रम करता हुआ भी था. അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു? വളരെ കഠിനമായിരുന്നു. പ്രതിദിൻ 18 കാം करते थे. ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്യുമായിരുന്നു അദ്ദേഹം. एक आदर्श छात्र की तरह वे भाषणों में अपनी सफलता के आश्रय अपने शिक्षकों को देते थे. बचपन की एक घटना सुना हुई उन्हें हमें एक प्रेरक संदेश दिया है. എന്താണ് അദ്ദേഹം എന്ന് പറയുന്നത്? അദ്ദേഹം തന്റെ പ്രസംഗങ്ങളിലെല്ലാം തന്നെ, തന്റെ സ്പീച്ചുകളിലെല്ലാം തന്നെ വിജയത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം അധ്യാപകർക്ക് നൽകാറുണ്ടായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഒക്കെ
അദ്ദേഹത്തിന്റെ അധ്യാപകർക്ക് നൽകുമായിരുന്നു. ഏതൊരു ഉത്തമ വിദ്യാർത്ഥിയെ പോലെ തന്നെ APJ അബ്ദുൽ കലാമും തന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അധ്യാപകർക്ക് നൽകുമായിരുന്നു. बचपन की एक घटना सुनाते हुए उन्हें हमें एक प्रेरक संदेश दिया है. उस घटना का वर्णन उन्हीं शब्दों में पढ़ते. എന്താണ്, കുട്ടിക്കാലത്ത് ഒരു സംഭവം അദ്ദേഹം വിവരിച്ചു നൽകി. അദ്ദേഹം നമുക്ക് കുട്ടിക്കാലത്തിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമായിരുന്നു നൽകിയത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു സംഭവം വിവരിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ഒരു പ്രചോദനം നൽകിയായിരുന്നു. ഒരു സന്ദേശം, സംഭവത്തിന്റെ വിവരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് പഠിക്കാം. डॉक्टर APJ अब्दुल कलाम भारत को सोहलवे राष्ट्रपति थे. उनका जन्म 15 अक्टूबर 1931 को रामेश्वर में हुआ था. उनके परिवार बहुत साधारण परिवार था. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ 16ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് 1931 ഒക്ടോബർ 15 ജനിച്ചു. അദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. अब्दुल कलाम का व्यक्तिगत जीवन कठिन परिश्रम करते हुए भी था. वे प्रतिदिन एक ही कड़े काम करते थे. അബ്ദുൽ കലാമിന്റെ വ്യക്തിഗത ജീവിതം എന്ന് പറയുന്നത് വളരെ കഠിനമായിരുന്നു. കഠിനാധ്വാനങ്ങളൊക്കെ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം 18 മണിക്കൂർ വരെ ഒരു ദിവസം ജോലി ചെയ്തിരുന്നു. एक आदर्श छात्र की तरह वे भाषणों में अपनी सफलता का श्रेय अपने शिक्षकों को देते थे. ഒരു ഉത്തമയായിട്ടുള്ള വിദ്യാർത്ഥിയെ പോലെ തന്നെ APJ അബ്ദുൽ കലാമും തന്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് അധ്യാപകർക്ക് നൽകുമായിരുന്നു. बचपन की एक घटना सुनाते हुए उन्होंने हमें एक प्रेरक संदेश दिया है. उस घटना का वर्णन उन्हीं शब्दों में पढ़िए. കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ഒരു സംഭവം വിവരിച്ചപ്പം അതെന്ത് ചെയ്ത് അദ്ദേഹം നമുക്കത് പ്രചോദനം നൽകുന്ന ഒരു തരത്തിലുള്ള സന്ദേശമാണ് നൽകിയത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം അത് അദ്ദേഹം വിവരിച്ചു. അതെന്താ, നമുക്കൊരു പ്രചോദനം നൽകുന്ന ഒരു സന്ദേശമാണ് ഒരു സംഭവം നമുക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത് കുട്ടിക്കാലത്തെ ആ സംഭവം? जब मैं 10 वर्ष का था तब 5वीं कक्षा में पढ़ता था. मेरे अध्यापक शिव सुब्रमण्यम अय्यर हमें पढ़ रहे थे. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പം APJ അബ്ദുൽ കലാം 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്, എന്റെ അധ്യാപകൻ APJ അബ്ദുൽ കലാമിന്റെ അധ്യാപകനായിട്ടുള്ള ശിവ സുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹത്തെ പഠിപ്പിക്കുകയായിരുന്നു. APJ അബ്ദുൽ കലാം 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ അധ്യാപകനായിട്ടുള്ള ശിവ സുബ്രഹ്മണ്യ അയ്യർ അവരെ പഠിപ്പിക്കുകയായിരുന്നു. जब मैं 10 वर्ष का था तब 5वीं कक्षा में पढ़ता है. मेरे अध्यापक शिव सुब्रमण्य अय्यर हमें पढ़ रहे थे. APJ അബ്ദുൽ കലാം 10 വയസ്സായിരുന്നപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പൊ എന്താണ്, അദ്ദേഹത്തിന്റെ അധ്യാപകൻ ശിവ സുബ്രഹ്മണ്യ അയ്യർ അവരെ പഠിപ്പിച്ചു. पंछी कैसे उड़ते हैं, यह प्रश्न करते हुए उन्होंने श्याम पड़ पर एक चिड़िया का चित्र बनाया. उसकी चोंच पर पंखे और दुम बनाने के बाद वे हमें बताने लगे कि चिड़िया कैसे उड़ती है. वे करीब 45 मिनट तक यही समझाते रहे. फिर उन्होंने हमसे पूछ कितना छात्रों की समझ में यह बात आई. पंछी कैसे उड़ते हैं, यह प्रश्न करते हुए उन्होंने श्याम पड़ पर एक चिड़िया का चित्र बनाया.
പഞ്ചി കൈസെ ഉടുത്തേ ഹേ. പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്? പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ബ്ലാക്ക് ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. എന്താണ്? പഞ്ചി കൈസെ ഉड़ते हैं यह प्रश्न करते हुए उन्होंने श्याम पर एक चिड़िया का चित्र बनाए. പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ് ശിവസുബ്രഹ്മണ്യൻ എന്ത് ചെയ്തു? ബ്ലാക്ക് ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. उसके चोंच पैर पंख और धूम बनाने के बाद वे हमें बताने लगे कि चिड़िया कैसे उड़ती है. ഒരു പക്ഷിയുടെ ചുണ്ടുകൾക്ക് എന്താ? അവന്റെ ചുണ്ടുകളും അതുപോലെ കാലുകളും ചിറകും ഒക്കെ തന്നെ ഉണ്ടാക്കിയ ശേഷം പക്ഷി പറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തുടങ്ങി. അധ്യാപകൻ എന്ത് ചെയ്ത്? उसकी चोंच पैर पंख और धूम बनाने की बात वे हमें बताने लगे कि चिड़िया कैसे उड़ती है. എന്താണ്? പക്ഷിയുടെ ചിത്രം എന്ത് ചെയ്ത്? പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അധ്യാപകൻ ബ്ലാക്ക് ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു. അതിന്റെ ചുണ്ടുകളും കാലുകളും ചിറകുകളും ഒക്കെ ഉണ്ടാക്കിയ ശേഷം എങ്ങനെയാണ് പക്ഷി പറക്കുന്നതെന്ന് പറഞ്ഞു തുടങ്ങി. वे करीब 45 मिनट तक यही समझाते रहे. फिर उन्होंने हमसे पूछा कितने छात्रों की समझ में यह बात आई. ഏകദേശം 45 മിനിറ്റോളം അധ്യാപകൻ ഇത് വിശദീകരിച്ചു. എന്നിട്ട് ചോദിച്ചു എത്ര വിദ്യാർത്ഥികൾക്ക് ഈ കാര്യം മനസ്സിലായെന്ന്. എന്താണ്? പഞ്ചി കൈസെ ഉड़ती है यह प्रश्न करते हुए उन्होंने श्याम पर एक चिड़िया का चित्र बनाया. उसके चोंच पैर पंख और धूम बनाने के बाद वे हमें बताने लगे कि चिड़िया कैसे उड़ती है. वे करीब 45 मिनट तक यह समझाते रहे. फिर उन्होंने हमसे पूछा कितने छात्रों की समझ में यह बात गई. പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നതെന്ന ചോദ്യം അധ്യാപകൻ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്ത്? ബ്ലാക്ക് ബോർഡിൽ ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന APJ അബ്ദുൽ കലാമിന്റെ അധ്യാപകൻ ഒരു പക്ഷിയുടെ ചിത്രം ബ്ലാക്ക് ബോർഡിൽ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്ത്? അതിന്റെ കൊക്കും അതുപോലെ കാലും അതിന്റെ ചുണ്ടും അതുപോലെ കാലും അതുപോലെ ചിറകും ഒക്കെ വന്ന ശേഷം അത് എങ്ങനെ പക്ഷി പറക്കുമെന്ന് വിവരിച്ചു തുടങ്ങി. എന്നിട്ട് എന്താ പറഞ്ഞത്? वे करीब 45 मिनट तक यही समझते रहे. फिर उन्होंने हमसे पूछा कितने छात्रों की समझ में यह बात आई. ഏകദേശം 45 മിനിറ്റോളം ഈ അധ്യാപകൻ എന്ത് ചെയ്ത്? ഈ പക്ഷി എങ്ങനെ പറക്കുമെന്ന് വിശദീകരിച്ചു കൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത്? എന്നിട്ട് അവസാനം ചോദിച്ചു എത്ര കുട്ടികൾക്ക്, എത്ര വിദ്യാർത്ഥികൾക്ക് ഈ കാര്യം മനസ്സിലായിരുന്നു. बहुत से हाथ उड़े किंतु हमें में से 3 बच्चे ऐसे थे जिनके हाथ नहीं उड़े. उसी समय घड़ी बज गई. उन्होंने कहा जो समझ नहीं पाए वे छात्र शाम को मेरे घर आया. बहुत से हाथ उड़े किंतु हमें में से 3 बच्चों ऐसे थे जिनके हाथ नहीं उड़े. उसी समय घड़ी बज गई. उन्होंने कहा जो समझ नहीं पाए वे छात्र शाम को मेरे घर आया. ഒരുപാട് പേരും ഇത് മനസ്സിലായി എന്ന് പറഞ്ഞ് കൈയൊക്കെ ഉയർത്തി കാണിച്ചു. പക്ഷേ ഞങ്ങളുടെ ഇടയിലെ കൈകൾ മാത്രം 3 കുട്ടികളുടെ കൈകൾ മാത്രം ഉയർന്നില്ല. ആ നിമിഷം എന്ത് ചെയ്ത്? മണിയടിച്ചു, ബെല്ലടിച്ചില്ലേ? എന്നിട്ട് എന്തിനു പറഞ്ഞു? അന്നേരം ബെല്ലടിച്ചപ്പോ പിന്നെ സ്കൂളിൽ ഇനി ആ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അദ്ദേഹം എന്ത് പറഞ്ഞു? അധ്യാപകൻ പറഞ്ഞു മനസ്സിലാകാത്ത വിദ്യാർത്ഥികൾ വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. എന്താണ്? बहुत से साथ उड़े किंतु हमारे में 3 बच्चे ऐसे थे जिनके हाथ नहीं उड़े. उसी समय घड़ी बज गया. उन्होंने कहा जो समझ नहीं पाए वे छात्र शाम को मेरे घर आया.
ഒരുപാട് പേർക്കും പക്ഷികൾ എങ്ങനെ പറക്കുന്നത് എന്ന് ആ ഒരു ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി. എന്നാൽ ഞങ്ങൾക്കിടയിലുള്ള കൈകൾ ഉയർന്നില്ല. ഞങ്ങൾക്കിടയിലുള്ള 3 കുട്ടികളുടെ കൈകൾ മാത്രം ഉയർത്തിയില്ല. അപ്പോൾ തന്നെ എന്ത് ചെയ്തു? ബെല്ലടിക്കുകയും ചെയ്തു. അപ്പൊ എന്ത് പറഞ്ഞു അധ്യാപകൻ? അദ്ദേഹം പറഞ്ഞു, മനസ്സിലാക്കാത്ത വിദ്യാർത്ഥികൾ വൈകുന്നേരം എന്റെ വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടു. पंछी कैसे उड़ते हैं यह प्रश्न करते हुए उन्हें शाम पढ़ पर एक चिड़िया का चित्र बनाया. എന്താണ് പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് ചോദ്യം ചോദിച്ചുകൊണ്ട് ബ്ലാക്ക് ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം എന്ത് ചെയ്ത് വരച്ചിട്ടില്ലേ? എന്നിട്ട് അതിന്റെ ചുണ്ടുകളും അതുപോലെ കാലും ചിറകും ഒക്കെ എങ്ങനെയാണ് വന്ന ശേഷം അത് പറക്കുന്നതെന്ന് അധ്യാപകർ വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി. उसकी चोंच, पैर, पंख और दुम बनाने के बाद वे हमें बताने लगे कि चिड़िया कैसे उड़ती है. वे करीब 45 मिनट तक यही समझते रहे. फिर उन्होंने हमसे पूछा कितने छात्रों की समझ व्यापदा आई. എന്താണ്, ഏകദേശം 45 മിനിറ്റോളം പക്ഷികൾ എങ്ങനെ പറക്കുന്നു എന്ന് അധ്യാപകൻ വിളിച്ചു കൊടുത്തു. അതിനുശേഷം എന്ത് പറഞ്ഞു അധ്യാപകൻ? എത്ര വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യം മനസ്സിലായി എന്ന് ചോദിച്ചു. हाथ नहीं उड़े उसी समय घड़ी बज गई. उन्होंने कहा जो समझे नहीं पाए वे छात्र शाम को मेरे घर आए. ഒരുപാട് പേര് പറഞ്ഞ് ഈ സാറ് പഠിപ്പിച്ച് ഈ അധ്യാപകം പഠിപ്പിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി. എന്നാൽ ഞങ്ങൾക്കിടയിലുള്ള 3 കൈകൾ മാത്രം ഉയർന്നില്ല. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ബെല്ലടിക്കുകയും ചെയ്തു. ക്ലാസ് അവസാനിക്കുകയും ചെയ്തു. അധ്യാപകൻ എന്ത് പറഞ്ഞു? മനസ്സിലാവാത്തവര് എന്ത് ചെയ്യണം? പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മനസ്സിലാക്കാൻ കഴിയാത്ത ആ വിദ്യാർത്ഥികളൊക്കെ തന്നെ അധ്യാപകന്റെ വീട്ടിൽ വൈകുന്നേരം വരണമെന്ന് അധ്യാപകൻ പറഞ്ഞു. അപ്പം ഈ ഒരു ഇത്രയും പഠിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? ഈ ചാപ്റ്ററിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഫൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കല്ലേ? നമുക്ക് കുറച്ച് നേരം കണ്ടിട്ട് പഠിക്കാം. നമുക്ക് പേജ് നമ്പർ 26 എടുത്തേ. പേജ് നമ്പർ 26 കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് മെയിൻ മത്സരം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾ മെയിൻ മത്സരം എന്താണെന്ന് അറിയാവോ? പഠിപ്പിച്ച ഓർമ്മയുണ്ടോ? ഇതിലൊന്നും മെയിൻ മത്സരം പറഞ്ഞു തരാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മത്സരം കമ്പോൺസ് ഓഫ് മെയിൻ മത്സരം പഠിക്കാൻ പോകും. കമ്പോൺസ് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ മെയിൻ മത്സരം നമുക്ക് ഒന്നും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് മെയിൻ മത്സരം ജസ്റ്റ് ഒന്നും നമുക്ക് പറഞ്ഞു തരികയാണ്. അതിനുശേഷം മെയിൻ കമൻസ് മെയിൻ മത്സരം ideal for creating personalized food from of letters or labels instead of editing the original letters several times to input different personalized information. അതായത് വ്യക്തിപരമാക്കിയ വിവരങ്ങൾ നൽകുന്നത് ഒറിജിനൽ കത്ത്. അതായത് വ്യക്തിപരമാക്കിയ വിവരങ്ങൾ നൽകുന്നത് ഒറിജിനൽ കത്ത് നിരവധി തവണ എഡിറ്റ് ചെയ്തതിന് പകരം അക്ഷരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ലേബലുകളിൽ നിന്നോ വ്യക്തമാക്കിയത് സൃഷ്ടിക്കുന്നതിന് മെയിൽ എന്ന് പറയുന്നു. അതായത് വ്യത്യസ്തമായ വ്യക്തിപരമാക്കിയ വിവരങ്ങൾക്ക് നൽകുന്നത് ഒറിജിനൽ കത്ത് നിരവധി തവണ എഡിറ്റ് ചെയ്യും. ഒറിജിനൽ കത്ത് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള കത്തുകൾ നിരവധി തവണ തന്നെ എഡിറ്റ് ചെയ്യുകയും അത് പകരം അക്ഷരങ്ങളിൽ നിന്നോ ലേബലുകളിൽ നിന്നോ എന്ത് ചെയ്യും? വ്യക്തിപരമാക്കിയത് സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനെയാണ് പറയുന്നത് മെയിൽ ലേഖനം എന്ന് പറയുന്നത് മെയിൽ മത്സരം എന്ന് പറയുന്നത്. Sometimes you may require a large number of documents containing identical information and some text with difference. For example, the invention letters for your birthday party. Sometimes you may require a large number of documents containing identical information and some text which differs. For example, the invention letter for your birthday party. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ധാരാളം ഡോക്യുമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ധാരാളം ഡോക്യുമെന്റുകൾ ആവശ്യമായി വന്നേക്കാം. ഓരോന്നിന്റെയും സമാനമായ വിവരങ്ങൾ വ്യത്യസ്ത ചില വാചകങ്ങളുടെ അതായത് ഓരോന്നിന്റെയും സമാനമായ വിവരങ്ങൾ വ്യത്യസ്ത ചില വാചകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ജന്മദിന പാർട്ടി, ഉദാഹരണത്തിന് നിങ്ങളുടെ ജന്മദിന പാർട്ടിയുള്ള കണ്ടുപിടുത്ത അക്ഷരങ്ങൾ
വ്യത്യസ്തമായ ചില വാചകങ്ങളുമായിരിക്കും, അതായത് വ്യത്യസ്തവും വാചകങ്ങളും വ്യത്യസ്തവുമായിരിക്കും അടങ്ങിയിരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ജന്മദിന കാർഡ് എടുക്കാം. The contents of each letter is the same, only the name and address of the recipient differs in each letter. Such document can be easily created using mail merger feature of Microsoft Word. This can save a lot of time as well as no worry about no changing all of the information for the new recipients. The contents of each letter is the same, only the name and address of the recipient different in each other. അതായത് ഓരോ അക്ഷരത്തിലും ഉള്ളടക്കം ഒന്ന് തന്നെയാണ്, ഓരോ അക്ഷരത്തിലും ഉള്ളടക്കം എല്ലാം ഒന്ന് തന്നെയാണ്. ഓരോ അക്ഷരത്തിലെയും സഞ്ചരികർത്താവിന്റെ പേര് മേൽവിലാസവും മാത്രമേ വ്യത്യാസമുള്ളൂ. ഓരോ അക്ഷരത്തിലെ ഉള്ളടക്കം ഒന്ന് തന്നെ ആയിരിക്കും. അതിലെ സ്വീകർത്താവിന്റെ പേരും ഉള്ളടക്കവും മാത്രമേ എത്തിയുന്നത് മാറ്റപ്പെടുന്നതാണ്. ഓരോ അക്ഷരത്തിന്റെയും ഉള്ളടക്കം ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ എന്താ സ്വീകർത്താവിന്റെ പേരും മേൽവിലാസവും മാത്രമേ എന്ത് ചെയ്യുന്നത് മാറ്റപ്പെടുന്നുള്ളൂ. അക്ഷരത്തിന്റെ ഉള്ളടക്കം ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ അതിന്റെ സ്വീകർത്താവിന്റെ പേരും മേൽവിലാസവും മാത്രമേ എന്ത് ചെയ്യുന്നത് മാറ്റപ്പെടുന്നുള്ളൂ. ഓരോ അക്ഷരത്തിന്റെ ഉള്ളടക്കം ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ അതിനകത്ത് എന്താ മേൽവിലാസവും പേരും മാത്രമേ എന്ത് ചെയ്യുന്നത് മാറ്റം ചെയ്യുന്നുള്ളൂ. Such document can be easily created using mail address feature of Microsoft Word. Such documents can be easily created using mail merger feature of Microsoft Word. Such documents can be easily created using mail merger feature of Microsoft Word. അതായത് മൈക്രോസോഫ്റ്റ് വേർഡിലെ മെയിൽ മെർജർ ഫീച്ചർ ഉപയോഗിച്ച് അത്തരം ഡോക്യുമെന്റുകൾ എളുപ്പത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. മൈക്രോസോഫ്റ്റ് വേർഡിൽ ആ മെയിൽ മെർജർ ഉപയോഗിച്ച് അത്തരം ഡോക്യുമെന്റുകൾ പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ കഴിയും. മൈക്രോസോഫ്റ്റ് വേർഡിലെ മെയിൽ മെർജർ ഉപയോഗിച്ചുകൊണ്ടുള്ള അത്തരം ഡോക്യുമെന്റ്സ് പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ കഴിയും. This can save a lot of time as well as no worry about no changing all of the information of the new recipient. അതായത് ഇത് ധാരാളം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡിൽ മെയിൽ മെർജർ ഉപയോഗിച്ച് ഫീച്ചർ ഡോക്യുമെന്റ്സ് പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ചെയ്യാൻ കഴിയും, ലാഭിക്കാൻ കഴിയും. അതായത് ധാരാളം സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും. പുതിയ സ്വീകർത്താവിലേക്കുള്ള എല്ലാവിധ വിവരങ്ങളും മാറ്റുന്നതിന് വിഷമിക്കേണ്ടതില്ല. അതായത് പുതിയ സ്വീകർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ആവശ്യമില്ല, ശ്രമിക്കേണ്ട ആവശ്യമില്ല. And you can see there are other options such as envelopes and labels which will give you slightly different option as you walk through the step. No matter which option you choose, the basic concept is still the same. As you can see, there are other options such as envelopes and labels which will give you slightly different options as you walk through the steps. No matter which options you choose, the basic concept is still the same. അതായത് നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ വലിപ്പത്തിലുള്ള ലേബലുകൾ കാണാനാകുന്നത് പോലെ വലിപ്പത്തിലുള്ള ലേബലുകൾ പേരുപോലുള്ള മറ്റ് 3 ഓപ്ഷനുകളാണ്. നിങ്ങൾ കാണാൻ പറ്റുന്നത് പോലെ വലിപ്പത്തിലുള്ള ലേബലുകൾ മറ്റ് 3 ഓപ്ഷനുകളാണ്. നിങ്ങളുടെ ഘട്ടത്തിൽ നടക്കുമ്പോൾ അല്പം വ്യത്യസ്തമായ ഓപ്ഷനുകൾ നൽകുന്നത്. No matter which option you choose, the basis concept is still the same. അതായത് നിങ്ങൾ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും അതിന്റെ അടിസ്ഥാനം എപ്പോഴും സമാനമാണ്. നിങ്ങൾ ഏത് ഓപ്ഷൻ എടുത്താലും ഏത് ഓപ്ഷൻ തിരഞ്ഞെടുത്താലും അതിന്റെ അടിസ്ഥാന ആവശ്യകത എപ്പോഴും തുല്യമായിരിക്കും. നിങ്ങൾ നോക്കിക്കാൻ മെയിൻ മെർജർ വായിക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. മെയിൻ മെർജർ ഈസ് എ ideal for creating websites or letters or labels. Instead of editing the original letters several times to input different personalized information, sometimes you may require a large number of documents containing identical information and the same text. May require a large number of documents containing identical information and some text, which
options such as envelopes and labels, which will give you slightly diverse options. You can, as you walk through the steps, no matter which option you choose, the basic concept is still the same. Okay, after that, main components of main method. Main components of main method. Main components of main method എന്ന് വെച്ച് കഴിഞ്ഞാൽ main ലേഖനം നടക്കുന്നതിന് main ലേഖനം അതായത് main ലേഖനത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. അതായത് main components of main method എന്ന് വെച്ച് കഴിഞ്ഞാൽ main ലേഖനത്തിന്റെ പ്രധാന ഘടകങ്ങളാണ്. The main components required to perform main method are the main components required to perform main method are. main ലേഖനം നടക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. main method നടക്കുന്നതിന് ആവശ്യമായ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. main document, data source, merged document, main steps in main merge. ഏതൊക്കെയാണ് main componentsന്റെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? main document, data source, merged document, main steps in main merge. അപ്പോൾ നമുക്ക് main document, data source, merged document, main steps in main merge. main document, data source, merged document, main steps in main merge. ഇവയൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ മെയിൻ കോമ്പണൻസിന്റെ 4 ഘട്ടങ്ങളാണ്. മെയിൻ ഡോക്യുമെന്റ്, ഡേറ്റാ സോഴ്സ്, മെർജ്ഡ് ഡോക്യുമെന്റ്, മെയിൻ സ്റ്റെപ്സ് ഇൻ മെയിൻ മെർജ്. ഓക്കേ, മെയിൻ കോമ്പണൻസ് ഓഫ് മെയിൻ മെർജിന്റെ മെയിൻ ഡോക്യുമെന്റ് നോക്കിക്കേ. അതായത് മെയിൻ ഡോക്യുമെന്റിന്റെ പ്രധാന പ്രമാണം it contains the standard information in the form of text and graphics. It contains the standard information in the form of text and graphics. അതായത് ടെക്സ്റ്റിന്റെയും ഗ്രാഫിക്സിന്റെയും രൂപത്തിലുള്ള സ്റ്റാൻഡേർഡ് വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ടെക്സ്റ്റിന്റെയും ഗ്രാഫിക്സിന്റെയും രൂപത്തിലുള്ള സ്റ്റാൻഡേർഡ് വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ദ ഇൻവെൻഷൻ ലെറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇൻവെൻഷൻ ലെറ്റേഴ്സ്. It containing the standard information in the form of text and graphics. അതായത് ടെക്സ്റ്റിന്റെയും ഗ്രാഫിക്സിന്റെയും രൂപത്തിലുള്ള സ്റ്റാൻഡേർഡ് വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ടെക്സ്റ്റിന്റെയും അതേപോലെ ഗ്രാഫിക്സിന്റെയും രൂപത്തിലുള്ള സ്റ്റാൻഡേർഡ് വിവരങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, there are 4 types of main components. 4 തരത്തിലുള്ള main components ഉണ്ട്. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജസ്, envelopes, labels and directory. ഏതൊക്കെയാണ്? ലെറ്റേഴ്സ്, ഇമെയിൽ മെസ്സേജ്, envelopes, labels and directory. ഏതൊക്കെയാണ്? 4 തരത്തിലുള്ള പ്രധാന രേഖകൾ: കത്തുകൾ, ഇമെയിൽ മെസ്സേജർ, envelopeകൾ, ലേബലുകൾ, ഡയറക്ടറിയും ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ടെക്സ്റ്റുകളുണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, പിന്നെന്താണ്? രേഖകളുണ്ട്, കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്, എൻവലോപ്പുകളുണ്ട്, ലേബലുകളുണ്ട്. ഏതൊക്കെയാണ് പ്രധാന രേഖകളിൽ വരുന്നത്? കത്തുകളുണ്ട്, ഇമെയിലുകളുണ്ട്, എൻവലോപ്പുകളുണ്ട്, ലേബലുകളുണ്ട്, ഡയറക്ടറി ഉണ്ട്. ഏതൊക്കെയാണ്? കത്തുകള്, ഇമെയിലുകൾ, ഇമെയിൽ മെസ്സഞ്ചർ ഉണ്ട്, എൻവലോപ്പുകളുണ്ട്, ലേബലുകളുണ്ട്, ഡയറക്ടറി ഉണ്ട്. നോക്കിക്കേ, there are 4 types of main documents. 4 തരത്തിലുള്ള മെയിൻ ഡോക്യുമെന്റ്സ് ആണുള്ളത്. ലെറ്റേഴ്സ്, ഇമെയിൽ, മെസ്സേജസ്, envelopes, labels and directory. Note that in this chapter we will be discussing only letters which comprises letters or letter codes. Note that in the chapter we will be discussing only letters which comprises letters or codes. അതായത് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കംപ്രസ് ചെയ്യുന്ന അക്ഷരങ്ങളോ റിപ്പോർട്ടുകളോ ഉള്ള അക്ഷരങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഈ അധ്യായത്തിൽ നമ്മൾ എന്താണ്? കംപ്രസ് ചെയ്യുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ മാത്രമേ അല്ലെങ്കിൽ അക്ഷരങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. ഡേറ്റ സോഴ്സ് അതായത് വിവര ഉറവിടം. ഡേറ്റ സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവര ഉറവിടം. ഡേറ്റ സോഴ്സ് എന്താണ്? വിവര ഉറവിടം. It contains variable information for each individual item. It contains variable information for individual items. For example, the names and address and cursor. അതായത് ഓരോ ഇനത്തിലും വേരിയബിൾ വിവരങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ ഇനത്തിലെയും വേരിയബിൾ ആയിട്ടുള്ള വിവരങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു.
each items. അതായത് ഓരോ ഇനത്തിലും വ്യത്യസ്ത ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ഓരോ ഇനത്തിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ഓരോ ഇനത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഫീൽഡുകൾ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺസ് ഡീറ്റെയിൽസ് മൈറ്റ് consist for first name, middle name, last name, address, city, state and postal code. അതായത് for example there are maybe different fields for each other. For example, ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ വിശദാംശം, ഒരു വ്യക്തിയുടെ എല്ലാ വിശദാംശങ്ങളും, പിന്നെ ആദ്യത്തെ പേര്, മധ്യത്തിന്റെ പേര്, പിന്നെ അവസാനത്തെ പേര്, പിന്നെ എന്താണ് വിലാസം, അഡ്രസ്, പിന്നെന്താ ഏത് നഗരത്തിലാണ് സംസ്ഥാനം, ഏത് സംസ്ഥാനമാണ്, പിന്നെ തപാൽ കോഡ്, അതായത് പിൻകോഡ് എന്നിവ അടങ്ങിയിരിക്കും. മനസ്സിലായോ? എന്തൊക്കെയായിരിക്കും ഒരു വ്യക്തിയുടെ വിവരങ്ങൾ, എന്തൊക്കെയായിരിക്കും അടങ്ങിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എ പേഴ്സൺ ഡീറ്റെയിൽസ് മൈറ്റ് കൺസിസ്റ്റ് ഫോർ ദ ഫസ്റ്റ് നെയിം, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്, മിഡിൽ നെയിം അടുത്തത്തെ പേര്, ലാസ്റ്റ് നെയിം അവസാനത്തെ പേര്, പിന്നെ എന്താ അഡ്രസ്, അദ്ദേഹത്തിന്റെ വിലാസം, പിന്നെ ഏത് സിറ്റിയാണത്, പിന്നെ ഏത് സ്റ്റേറ്റ് ആണത്, പിന്നെ പോസ്റ്റൽ കോഡ്, ഏത് പോസ്റ്റാണ്, അങ്ങനെ. അതായത് ഒരാളെ കുറിച്ചുള്ള ഒരു വിവരം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേഴ്സണെ കുറിച്ചുള്ള വിവരം എന്ന് പറയുന്നത് പേര്, അയാളുടെ പേര്, അതായത് ഫസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം ഏതാണ്, മിഡിൽ നെയിം ഏതാണ്, ലാസ്റ്റ് നെയിം ഏതാണ്, അഡ്രസ് ഏതാണ്, പിന്നെ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് പോസ്റ്റാണ്, ഇങ്ങനെ പലതരത്തില് എന്താ ഉള്ള ഇൻഫർമേഷൻ വ്യക്തിയെ കുറിച്ചൊക്കെ കൊടുക്കാനായിട്ട് കാണും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുള്ളതിൽ ഓരോ ഇനത്തിലും വേരിയബിൾ വിവരങ്ങൾ അതിൽ അടങ്ങിയിരിക്കും. പിന്നെ ഓരോ ഇനത്തിന്റെയും വ്യത്യസ്ത ഫീൽഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഉദാഹരണത്തിന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാനാണ്. അതേപോലെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ അഡ്രസ്, പിന്നെന്താ ഏത് സിറ്റിയാണ്, സ്റ്റേറ്റ് ആണ്, പോസ്റ്റൽ കോഡ് ഏതാണ്, അങ്ങനെ ഓരോത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാനാണ്. മനസ്സിലായോ? നമ്മുടെ ഡേറ്റ സോഴ്സ് ഒന്നും നോക്കിക്കേ. Each contains variable information for each individual item. For example, the name and address of the guest. There may be different fields for each item. For example, a person's details might consist of first name, middle name, last name, address, city, state, and postal code. It contains variable information for each individual item. For example, the name and address for the guest. There may be different fields for each item. For example, a person's details might consist for first name, middle name, last name, address, city, state, and postal code. മെർജ്ഡ് ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിപ്പിച്ച പ്രമാണം. മെർജ്ഡ് ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയിപ്പിച്ച പ്രമാണം. ഇറ്റ് കണ്ടെയ്ൻസ് ദ combination of standard information and variable information in the main document. You can invest in special instructions called merged meaning to indicate where you want to variable information to appear. It contains the combination of standard information and variable information. അത് സാധാരണ വിവരങ്ങളുടെ വേരിയബിൾ വിവരങ്ങളുടെ സംയോജനമാണ്. അതായത് വെർച്വൽ ഡോക്യുമെന്റിൽ സാധാരണ വിവരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ എന്താണ് വേരിയബിൾ വിവരങ്ങളെ കുറിച്ചുള്ള ഒരു സംയോജന ലയനം അടങ്ങിയിരിക്കും. സാധാരണ വിവരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ വേരിയബിളായിട്ടുള്ള വിവരങ്ങളെ കുറിച്ചുള്ള ഒരു സംയോജനം അടങ്ങിയിരിക്കും. It contains the combination to standard information and variable information. The main document you can insert special instructions called fields to indicate where you want variable information to appear. In the main document, you can insert special instructions called fields to indicate where you want variable information to appear. അതായത് പ്രധാന ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് പ്രധാന ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് എന്താ വിവരങ്ങൾ എവിടെ ദൃശ്യമാകണമെന്ന് സൂചിപ്പിക്കാൻ ലേഖ ഫീൽഡ് എന്ന പ്രത്യേക നിർദ്ദേശം നൽകുക. അതായത് നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് വിവരങ്ങൾ എവിടെ ദൃശ്യമാകണം, അതായത് നിങ്ങൾ ഡോക്യുമെന്റിൽ വിവരങ്ങൾ കൊടുക്കുന്നത് എവിടെയാണ് ദൃശ്യമാകുന്നത് എന്താ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേഖ ഫീൽഡ് എന്ന പ്രത്യേക നിർദ്ദേശം നൽകുക. പ്രധാന ഡോക്യുമെന്റുകളിൽ നിങ്ങൾക്ക് എവിടെയാണ് വിവരം നൽകേണ്ടതെന്ന് ദൃശ്യമാകുന്ന സൂചിപ്പിക്കുന്ന ലേഖ ഫീൽഡ് എന്ന പ്രത്യേക നിർദ്ദേശം നിങ്ങൾക്ക് ചേർക്കാം.
data source with the main document, the variable information replace the merged fields with the individualized information. When you merge the information in the data source with the main document, the variable information replace the merged fields with the individualized information. അതായത് പ്രധാന ഡോക്യുമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താ ഡേറ്റ ഉറവിടങ്ങളുടെ വിവരങ്ങൾ അളക്കുമ്പോൾ, പ്രധാന ഡോക്യുമെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡേറ്റ ഉറവിടങ്ങളുടെ വിവരങ്ങൾ അളക്കുമ്പോൾ എന്താ വിവരങ്ങൾ വ്യക്തിഗത വിവരങ്ങളുമായി ലയിക്കുന്ന ഒരു ഫീൽഡുകളെ മാറ്റി സ്ഥാപിക്കുന്നു. അതായത് പ്രധാന ഡോക്യുമെന്റ് ഉപയോഗിച്ച് നിങ്ങൾ ഡേറ്റ ഉറവിടങ്ങളുടെ വിവരങ്ങൾ അളക്കുമ്പോൾ വേരിയബിൾ വിവരങ്ങൾ വ്യക്തിഗതമായ വിവരങ്ങളുമായി ലയിക്കുന്ന ഫീൽഡുകളെ മാറ്റി സ്ഥാപിക്കുന്നു. The result is that merged document contains a combination of the standard text and variable information. The result is that the merged document contains a combination of the standard text and the variable information. പ്രമാണത്തിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിന്റെയും വേരിയബിൾ വിവരങ്ങളുടെയും സംയോജനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഫലം. അതായത് പ്രമാണത്തിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിന്റെയും വേരിയബിൾ വിവരങ്ങളുടെയും സംയോജനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഫലം. അതായത് പ്രമാണത്തിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിന്റെയും വേരിയബിൾ ഇൻഫർമേഷന്റെയും സംയോജനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഫലം. നമ്മൾ അടുത്ത ഡോക്യുമെന്റ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. Containing the combination of standard information and variable information. It containing of standard information and variable information. In the main document, you can insert special instructions standard fields to indicate where you want variable information to appear. When you merge the information in the data source with the main document, the variable information replaces the merged fields with the individualized information. The result is that the merged documents contain the combination of the standard text and the variable information. Okay, നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് മെയിൻ സ്റ്റെപ്സ് മെയിൻ മെത്തേഡ് അതായത് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. There are main steps for the information main method. അതായത് these are main steps for performing main ലയനം നടത്തുന്നതിനുള്ള പ്രധാന ഘട്ടങ്ങൾ ഇവയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ മെയിൻ ഡോക്യുമെന്റ്. ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ മെയിൻ ഡോക്യുമെന്റ്. പ്രധാന പ്രമാണം തുറക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. പ്രധാന പ്രമാണം തുറക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ഡേറ്റ സോഴ്സ്. അതായത് ഡേറ്റ ഉറവിടം തുറക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുക. ഡേറ്റ ഉറവിടം തുറക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുക. അടുത്ത നോക്കിക്കേ. Inserting merged fields in the main document. Inserting merged fields in the main document. അതായത് പ്രധാന പ്രമാണത്തിലെ രസകരമായ ലയന ഫീൽഡ്. പ്രധാന പ്രമാണത്തിലെ രസകരമായ ലയന ഫീൽഡ്. പെർഫോമിംഗ് ദ മെർജ് ലയനം രൂപീകരിക്കുന്നു. പെർഫോമിംഗ് ദ മെർജ് ലയനം രൂപീകരിക്കുന്നു. ഓക്കെ, 4 ഘട്ടങ്ങളാണ്. 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം. ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ മെയിൻ ഡോക്യുമെന്റ്. പ്രധാന പ്രമാണം തുറക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക. ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ഡേറ്റ സോഴ്സ്. ഡേറ്റ ഉറവിടം തുറക്കുകയോ സൃഷ്ടിക്കുകയോ ചെയ്യുക. ഇൻസേർട്ടിംഗ് മെർജ് ഫീൽഡ്സ് ഇൻ ദ മെയിൻ ഡോക്യുമെന്റ്. പ്രധാന പ്രമാണത്തിലെ രസകരമായ ലയന ഫീൽഡ്. പെർഫോമിംഗ് ദ മെർജ് ലയനം രൂപീകരിക്കുന്നു. ഓക്കെ, ദ detailed set for performing main merge are as following. അതായത് മെയിൻ ലയനം ഏരിയ നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ ഘട്ടങ്ങൾ താഴെ കിടന്നവ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പം ടീച്ചർ പഠിപ്പിച്ചത് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചതിന് ശേഷം 3 times നല്ല വൃത്തിയായിട്ട് വായിച്ചാൽ മാത്രമേ ഈ മെയിൻ മെർജ് എന്താണോ അതിന്റെ 4 ഘട്ടങ്ങളായിട്ടുള്ള മെയിൻ ഡോക്യുമെന്റ്, ഡേറ്റ സോഴ്സ്, മെർജ്ഡ് ഡോക്യുമെന്റ്, മെയിൻ സ്റ്റെപ്സ് ഇൻ മെയിൻ മെർജ്. മെയിൻ സ്റ്റെപ്സ് ഇൻ മെയിൻ മെർജിൽ 4 ഘട്ടങ്ങളുണ്ട്. അതായത് ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ മെയിൻ ഡോക്യുമെന്റ് ഉണ്ട്, ഓപ്പണിംഗ് ഓർ ക്രിയേറ്റിംഗ് ദ ഡേറ്റ സോഴ്സ് ഉണ്ട്, ഇൻസേർട്ടിംഗ് മെർജ് ഫീൽഡ്സ് ഇൻ ദ മെയിൻ ഡോക്യുമെന്റ് ഉണ്ട്, പെർഫോമിംഗ് ദ മെർജ്. 4 ഘട്ടങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ലതുപോലെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യുക. ഒന്നുകൂടെ വായിക്കാൻ പോയാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മെയിൻ കമാൻഡ്സ് ഓഫ് മെയിൻ. The main components of required to perform main merger are main document. Main document എന്ന് വെച്ചുകഴിഞ്ഞാൽ it containing the standard information in the perform the text and the graphics. For example, the initial
will be discussing only letters which comprise the letters or reporters. Data source is contain variable information for each individual item. For example, the names and address for the guest there. There may be different fields for each item. For example, a person details might consist of first name, middle name, last name, address, city, states, and postal code. Merged document, it contains the combination of standard information and variable information in the main document. You can insert special instructions that are merged to indicate where you want the variable information to appear. When you merge the information in the data source with the main document, the variable information replaces the merged fields with the individualized information. The result that merged documents contain a combination of the standard text and the variable information. These are main steps for the performing main merge: opening or creating the main document, opening or creating data source, interesting merge fields in the main document, performing the merge. Okay. Main components of main merge main document, data source, merge document, main steps in main merge. Main steps in main merge opening or creating the main document, opening or creating data source, inserting merge fields in the main document, perform the merge. Okay, main documents main documents in containing the standard information in the form of text and graphics. For example, the invitation letters. There are 4 types of main document: letters, email, messages, envelopes, labels, and directory. Note that in this chapter we will be discussing only letters, the letters of reporters, data source. It is containing variable information for each individual item. For example, the names and address for each guesses. Then there may be different fields for each item. For example, a person details might consist of first name, middle name, last name, address, city, states, and personal code, postal code. Merged document, it containing the combination of standard information and variable information. In the main document, you can insert special instructions that are merged fields to indicated where you want variable information to appear. When you merge the information in the data source with the main document, the variable information replaces the merged fields with the individualized information. The result is that the merged document contains a combination of the standard text and the variable information. Main steps in main merge. These are main steps of performing main merge: opening or creating the main document, opening or creating the data source, inserting merge fields in the main document, performing the merge. Main components of a mail merge